നമസ്കാരം. മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. 2026 ജൂലൈ 9 വ്യാഴാഴ്ച. ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം. തയ്യാറാക്കിയത് ജയറാണി EV. മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യകാൽ ഭാഗം. തൊഴിലിടങ്ങളിൽ സ്ഥാനക്കയറ്റത്തോടൊപ്പം അനുകൂലമായ സ്ഥലം മാറ്റവും ലഭിക്കും. വിദ്യാർത്ഥികളിൽ ബുദ്ധിക്ക് വലിയ ഉണർവും പഠനത്തിൽ മികച്ച വിജയവും പ്രകടമാകും. വിദേശയാത്രയ്ക്കോ ഉപരിപഠനത്തിനോ ഉള്ള അപേക്ഷകൾ സമർപ്പിക്കാൻ അനുയോജ്യമായ സമയമാണ്. ദീർഘകാലമായി കാണാതിരുന്ന ബന്ധുക്കളെ കണ്ടുമുട്ടാൻ അവസരം ഒരുങ്ങും. ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം. അമിതമായ ആഡംബര മോഹം മൂലം വരുമാനത്തേക്കാൾ കൂടുതൽ ചെലവ് വരാൻ സാധ്യത കാണുന്നു. ധാർമ്മികതയ്ക്ക് നിരക്കാത്ത ബന്ധങ്ങളും അനാവശ്യ കൂട്ടുകെട്ടുകളും മാനഹാനിക്കും ധനനഷ്ടത്തിനും ഇടയാക്കുമെന്നതിനാൽ അത്തരം സാഹചര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക. കുടുംബാംഗങ്ങളുമായി ചെറിയ വാഗ്വാദങ്ങൾക്ക് സാധ്യതയുണ്ട്. മിഥുനം രാശി മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. വിദേശയാത്രയ്ക്കോ വിദേശത്ത് ജോലി ലഭിക്കുവാനോ ഉള്ള സാഹചര്യങ്ങൾ പൂർണ്ണമായും അനുകൂലമാകും. വിസ, പാസ്പോർട്ട് തുടങ്ങിയ കാര്യങ്ങൾ വേഗത്തിൽ പൂർത്തിയാക്കുക. കുടുംബത്തോടൊപ്പമോ പഴയ സുഹൃത്തുക്കളോടൊപ്പമോ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാൻ അവസരം ലഭിക്കും. കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം, പൂയം ആയില്യം. സർക്കാർ അർദ്ധ സർക്കാർ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് അർഹമായ സ്ഥാനക്കയറ്റം ലഭിക്കും. ആരോഗ്യസ്ഥിതി വലിയ തോതിൽ മെച്ചപ്പെടുകയും ശാരീരികമായ ഉന്മേഷം വർദ്ധിക്കുകയും ചെയ്യും. പ്രതിസന്ധി ഘട്ടങ്ങളിൽ വലിയ ഈശ്വരാധീനം തുണയായി നിൽക്കും. ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം. ഏറ്റെടുക്കുന്ന കാര്യങ്ങളിൽ ചെറിയ തടസ്സങ്ങളും കാലതാമസവും അനുഭവപ്പെടാം. സാമ്പത്തിക നഷ്ടവും ആരോഗ്യ പ്രശ്നങ്ങളും അലട്ടാൻ സാധ്യതയുണ്ട്. വളർത്തുമൃഗങ്ങളെ കൈകാര്യം ചെയ്യുമ്പോഴും അപരിചിതമായ മൃഗങ്ങളോട് ഇടപഴകുമ്പോഴും അപകടങ്ങൾ ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധ നൽകുക. കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. പ്രമേഹ രോഗികളും നേത്രരോഗമുള്ളവരും ഭക്ഷണത്തിൽ മധുരം പൂർണ്ണമായി ഒഴിവാക്കി കർശന നിയന്ത്രണങ്ങൾ പാലിക്കുക. പ്രിയപ്പെട്ടവരുടെ വിയോഗം മനസ്സിനെ വേദനിപ്പിക്കാൻ സാധ്യതയുണ്ട്. പനി, വാദസംബന്ധമായ അസുഖങ്ങൾ വരാതെ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കണം. തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. പുണ്യസ്ഥലങ്ങളിലേക്കോ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കോ യാത്ര ചെയ്യാൻ അവസരമൊരുങ്ങും. പഴയ സുഹൃത്തുക്കളുമായി സമയം ചെലവഴിക്കുവാനും ഓർമ്മകൾ പങ്കിടുവാനും സാധിക്കും. സർവകാര്യ വിജയവും കുടുംബത്തിൽ സമാധാനവും സന്തോഷവും പൂർണ്ണമായി അനുഭവപ്പെടും. വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. വലിയ ധനലാഭവും ഭൂമി സംബന്ധമായ ഇടപാടുകളിൽ വിജയവും ഉറപ്പാകും. ശത്രുക്കളുടെ നീക്കങ്ങളെ സമൃദ്ധമായി പരാജയപ്പെടുത്താം. പുതിയ വീട് വാങ്ങാനോ പണിയാനോ അനുകൂല യോഗമുള്ളതിനാൽ ഇത്തരം കാര്യങ്ങളിൽ ധൈര്യപൂർവ്വം മുന്നോട്ട് പോകാം. ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം. പിതാവിൽ നിന്നുള്ള സഹായ സഹകരണങ്ങൾ അല്പം കുറയാനിടയുണ്ട്. അനാവശ്യ ബന്ധങ്ങളിലോ ലഹരിയിലോ താൽപര്യം വർദ്ധിക്കുന്നത് വലിയ മാനഹാനിക്കും സാമ്പത്തിക തകർച്ചയ്ക്കും കാരണമാകും. ധാർമ്മികത കൈവിടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധ വേണം. മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. പിതാവിനോ ജീവിത പങ്കാളിക്കോ ആരോഗ്യ പ്രശ്നങ്ങളും ആശുപത്രിവാസവും വേണ്ടി വന്നേക്കാം. ചീത്ത കൂട്ടുകെട്ടുകൾ മാനഹാനിക്കും അപമാനത്തിനും വഴിവെക്കുമെന്നതിനാൽ അനാവശ്യ സൗഹൃദങ്ങളിൽ നിന്നും അധാർമികത പ്രവർത്തികളിൽ നിന്നും പൂർണ്ണമായും വിട്ടുനിൽക്കുക. കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. പുതിയ ആഭരണങ്ങളോ വസ്ത്രങ്ങളോ ഗ്രഹോപകരണങ്ങളോ സ്വന്തമാക്കാൻ കഴിയും. വിദേശത്ത് ജോലി ലഭിക്കുവാനും അതുവഴി വലിയ സാമ്പത്തിക നേട്ടം ഉണ്ടാകുവാനും യോഗമുള്ളതിനാൽ യാത്രാ സംബന്ധമായ കാര്യങ്ങൾ വേഗത്തിൽ പൂർത്തിയാക്കുക. മീനം രാശി പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. വിദേശവാസത്തിനും വിദേശ ജോലിക്കും ശ്രമിക്കുന്നവർക്ക് വളരെ അനുകൂലമായ ഫലങ്ങൾ ലഭിക്കും. എങ്കിലും ശത്രുശല്യവും നിയമപരമായ തർക്കങ്ങളും അലട്ടാൻ സാധ്യതയുള്ളതിനാൽ കേസ് വഴക്കുകളിൽ തികഞ്ഞ ജാഗ്രത പാലിക്കേണ്ടതാണ്. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി EV 9746812212.